മൂന്നാറിലെ പെമ്പിളൈ ഒരുമൈ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത്. 2015 സെപ്റ്റംബറിൽ അവിടുത്തെ തോട്ടങ്ങളിൽ സമര തീജ്വാലയായി കത്തിപ്പടർന്ന ഈ പ്രസ്ഥാനത്തെ അന്ന് CPM-ഉം CITU-വും ഒരു പ്രത്യേക രീതിയിലാണ് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്തു വരുന്ന ആശാ വർക്കർമാരെയും അതേപോലെ കൈകാര്യം ചെയ്യാനാണ്, അല്ലെങ്കിൽ അവരുടെ സമരത്തെ ആ രീതിയിൽ നേരിടാനാണ് CPM-ഉം CITU-വും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അവരുടെ പ്രവർത്തികളിൽ നിന്ന് മനസ്സിലാവുന്നത്. പെമ്പിളൈ ഒരുമൈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെയും നേതാക്കളെയും ആക്ഷേപിച്ചും അപമാനിച്ചും സ്ത്രീത്വത്തെ തന്നെ അവഹേളിച്ചുമാണ് അന്ന് CPM അവരെ നേരിട്ടത്. അവര് വളർന്നു വരുന്നത് CPM-ന് വല്ലാത്ത അസ്വസ്ഥതയാണെന്ന് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നേരിടുന്നതിന് മുൻ മന്ത്രി കൂടിയായ MM മണിയെയാണ് അന്ന് പാർട്ടി മുൻനിരയിലേക്ക് ഇറക്കി വിട്ടത്. അന്ന് മണി, അല്ലെങ്കിൽ മണിയാശാൻ എന്നൊക്കെ പാർട്ടി പ്രവർത്തകർ പറയുന്ന ആ നേതാവ് പെമ്പിളൈ ഒരുമൈയുടെ പ്രവർത്തകരെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്, എത്ര ആക്ഷേപങ്ങളാണ് ചൊരിഞ്ഞത്, എത്രത്തോളം അശ്ലീലമാണ് വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ വയ്യ. അതൊന്നും ഇവിടെ ഉദ്ധരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല. കാട്ടിൽ കുടിയും മറ്റേ പണിയുമായിരുന്നു എന്ന് വരെ ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ മണിയാശാൻ വിശേഷിപ്പിച്ചു. ഇപ്പോൾ ഈ ആശാ വർക്കർമാരെ നേരിടുന്നതിന് മണിയാശാനെ പോലെ CITU-വിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എളമരം കരീമിനെയാണ് പാർട്ടി രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ MM മണിയുടെ നിലവാരത്തിലേക്ക് എളമരം കരീം സഖാവ് ഇതുവരെ ഉയർന്നിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നില് അരാജകത്വ സംഘടനകളാണെന്നായിരുന്നു നമ്മുടെ എളമരം കരീം സാഹിബ് ദേശാഭിമാനിയിൽ എഴുതിയ സുവിശേഷത്തിന്റെ രത്ന ചുരുക്കം. അവരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയിരിക്കുക, തൽപര കക്ഷികളുടെ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് ആശാ വർക്കർമാര്. അതാണ് ദേശാഭിമാനിയില് കരീം സഖാവ് പറഞ്ഞത്. അതിനുശേഷം എളമരം കരീം കൊല്ലത്തി വന്നപ്പോ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം കുറെ കൂടി അങ്ങ് കടുപ്പിച്ചു. പാട്ടപ്പിരിവുകാരാണ് സമരക്കാരെന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. ആശാ വർക്കർമാരുടെ, പാവപ്പെട്ട സ്ത്രീകളുടെ സമരത്തെ, അവർക്ക് വലിയ സംഘടനാ പിൻബലമൊന്നുമില്ല. അവർ ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കല് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 16 ദിവസമായി. സർക്കാരോ അല്ലെങ്കിൽ പാർട്ടിയോ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെ കണ്ടിൽ നിന്ന് അടിക്കാനാണ്, അവഗണിച്ചു തള്ളാനാണ് CPM-ഉം അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ശ്രമിച്ചത്. അവരെയാണ് സമരം ശക്തമാകുന്നു എന്ന് കണ്ടപ്പോൾ, അവർക്ക് പിന്തുണ വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആക്ഷേപിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നേരിടാൻ എളമരം കരീമിനെ പോലെ ഒരു നേതാവ് തയ്യാറായത്. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ ലഭിക്കണം എന്നീ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആശാ വർക്കർമാര് സമരം നടത്തുന്നത്. അവർക്ക് ശമ്പളമെന്ന് പറയാൻ പോലുമില്ല. ഓണറേറിയം വളരെ തുച്ഛമായ തുകയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ കേരളത്തില് ഇന്ന് ഏറ്റവും കുറഞ്ഞ വേതനം കിട്ടുന്ന ഒരു വിഭാഗം ആശാ വർക്കർമാരായിരിക്കണം. ആ ഒരു സാഹചര്യത്തിലാണ് അവർ സമര രംഗത്തേക്ക് ഇറങ്ങിയത്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ബാനറിന് കീഴിലാണ് ഈ നിസ്സഹായരായ സ്ത്രീകള് ഇപ്പൊ സമരം ചെയ്യുന്നത്. SUCI എന്ന് പറയുന്ന ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ആഭിമുഖ്യമുള്ളവരാണ് ഈ അസോസിയേഷൻ. നമുക്കറിയാം, അവര് നമ്മുടെ വീടുകളുമായിട്ട് നിരന്തരമെന്നോണം ബന്ധപ്പെടുന്ന ആളുകളാ ഈ ആശാ വർക്കർമാരെ. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അറിയാം. അതൊന്നും അവർക്ക് മതിയാവുന്ന ഒരു തുകയല്ലെന്ന് നമ്മുടെ ആളുകൾക്ക്, ജനങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഈ സമരത്തോട് നമ്മുടെ ആളുകൾക്ക്, ജനങ്ങൾക്ക് വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടായി. സംഘടന ചെറുതാണെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന SUCI ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെങ്കിലും അവർക്ക് വലിയ തോതിൽ പിന്തുണ ലഭിക്കാൻ തുടങ്ങി. പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ ഇവർക്ക് അനുകൂലമായി രംഗത്തിറങ്ങി. കോൺഗ്രസിന്റെ നേതാക്കൾ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസിന്റെ നേതാക്കള്, മറ്റു പ്രതിപക്ഷ കക്ഷികള്. അതും പോരാഞ്ഞ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ P. സതീദേവി CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. നേരത്തെ ലോക്സഭാംഗമായിരുന്നു. അവരുടെ വനിതാ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. കണ്ണൂരിലെ P. ജയരാജന്റെ സഹോദരിയ. അവര് പോലും ഒരു കടുത്ത CPM നേതാവായിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായ കൂറ് പാർട്ടിയോടായിരുന്നിട്ട് പോലും അവര് ഈ ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് പറയാൻ തയ്യാറായി. അതുപോലെയാണ് CPI നേതാവ് ആനി രാജ.
അവർ ഈ സമരത്തിന് അനുകൂലമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സമരത്തിന് ദേശീയ ശ്രദ്ധ കൈവരുന്നു, അല്ലെങ്കിൽ വലിയ തോതിൽ പിന്തുണ ലഭിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് CPM-ന്റെ ആസനത്തിൽ ചൂട് കയറിയത്. അപ്പോഴാണ് ഇത് എങ്ങനെയെങ്കിലും പൊളിക്കണം, ഇത് അവസാനിപ്പിച്ചു കിട്ടണം എന്ന ഒരു തോന്നലുണ്ടായത്. അവിടെ അവര് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയല്ല. ഇനി അവർക്ക് ഹോണററിയം വർദ്ധിപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ അവരുടെ വിരമിക്കൽ ആനുകൂല്യം അനുവദിച്ചു കൊടുത്താൽ അത് ഈ അസോസിയേഷൻ ലഭിക്കുന്ന ഒരു അംഗീകാരമായിട്ട് വരും. CITUവിന്റെ സംഘടന ആശാവർക്കർമാർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് പാർട്ടി ഇഷ്ടപ്പെടുന്നില്ല. പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട ഒരു അസോസിയേഷൻ, സംഘടന അല്ലെങ്കിൽ തൊഴിലാളി യൂണിയൻ അവർ സമരം ചെയ്തിട്ട് ആശാവർക്കർമാർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രയോജനം കിട്ടുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ CITUവിനോട് ചേർന്ന് നിൽക്കുന്ന ആശാവർക്കർമാർ പോലും ഇപ്പൊ ഈ സമരത്തിന് പിന്തുണയുമായി വരിക. കാരണം അവർക്ക് കൊടിയുടെ നിറത്തേക്കാൾ പ്രധാനം അവരുടെ കുടുംബത്തിന്റെയും അരവയറാണ്. അവർക്ക് ജീവിക്കാൻ മതിയായ വേതനം, പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അവര് ഈ സമരക്കാരോട് ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നത്. ഇതുകൂടെ കണ്ടപ്പോഴാണ് എങ്ങനെയെങ്കിലും ഈ സമരത്തെ തകർക്കണം, ആക്ഷേപിച്ചായാലും അപമാനിച്ചായാലും ഈ സമരം അവസാനിപ്പിക്കണം എന്നൊരു തീരുമാനവുമായിട്ട് CPM-ഉം CITU-വും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇതുവരെ സമരത്തെ അവഗണിച്ച് തള്ളുക എന്നതായിരുന്നു സർക്കാരിന്റെയും CPM-ന്റെ അടവ് എന്ന് പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയോ ഇത് കൈകാര്യം ചെയ്യേണ്ട ആരോഗ്യമന്ത്രി വീണ ജോർജോ ഇങ്ങനെ ഒരു സമരം നടക്കുന്നതായി പോലും ഭാവിച്ചില്ല. അവരെ ആക്ഷേപിക്കാനാണ് ഇവരെല്ലാം തയ്യാറായത്. ഇതിനിടെ ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ അവരെ കാണാനെത്തിയ ഈ ആശാവർക്കർമാരെ അല്ലെങ്കിൽ ഈ സംഘടനയുടെ പ്രവർത്തകരെ മന്ത്രിയുടെ ഭർത്താവ് ആട്ടിയോടിച്ചു എന്നൊരു ആക്ഷേപമുണ്ടായി. മന്ത്രി അത് നിഷേധിച്ചു. ഇപ്പൊ അതിന്റെ പേരിൽ കേസും വന്നിരിക്കുകയാണ്. സ്ത്രീകൾ മാത്രം നടത്തുന്ന ഒരു സമരമായത്. സ്ത്രീപക്ഷത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഘോരം വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമരത്തോട് അനുഭാവപൂർവമായ ഒരു സമീപനം അല്ലെങ്കിൽ ഒരു പരിഗണന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതിയതാ. പക്ഷെ അതല്ല ഉണ്ടായത്. അവരെ ആക്ഷേപിച്ചും അപമാനിച്ചും നിർവീര്യരാക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CPI ഈ സമരത്തെ അനുകൂലിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. CPI എന്ത് നിലപാടെടുത്താലും അതിനെ എതിർത്ത് തോൽപ്പിക്കണം എന്ന നിലപാട് അല്ലെങ്കിൽ എന്ന നയമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്. അതുകൊണ്ട് CPIയുടെ പിന്തുണ ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഗുണത്തെക്കാളേറെ ദോഷമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ എളമരം കരീം, CITUവിന്റെ ജനറൽ സെക്രട്ടറി, ഈ സമരത്തെ പെമ്പിള ഒരുമയുടെ സമരവുമായി താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നതിന്റെ പിന്നിൽ ഒരു വലിയ അർത്ഥമുണ്ട്. അതായത് അവരെ എങ്ങനെ നേരിട്ടുവോ അതുപോലെ ഇവരെയും നേരിടും എന്ന് തന്നെയാണ് ആ താരതമ്യത്തിന്റെ പിന്നിലുള്ള ചോദോവികാരം. 2015 സെപ്റ്റംബറിൽ മൂന്നാറിലെ തോട്ടങ്ങളിൽ ശമ്പള കൂടുതലും ബോണസും ചോദിച്ചുകൊണ്ടാണ് അവിടുത്തെ സ്ത്രീ തൊഴിലാളികള് സമരരംഗത്തിറങ്ങിയത്. അതിന് പെമ്പിള ഒരുമയെന്ന പേര് വീണു. സാമ്പ്രദായികമായ എല്ലാ സമര രീതികളിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ടാണ് ഈ സ്ത്രീകള് സമരത്തിനിറങ്ങിയത്. അവര് CITU പോലുള്ള സാമ്പ്രദായിക ട്രേഡ് യൂണിയനുകളുടെ രീതികളൊന്നും അവലംബിച്ചില്ല. അവർ പുരുഷന്മാരെ സമരരംഗത്ത് നിന്ന് മാറ്റി നിർത്തുക വരെ ചെയ്തു. ഇത് CITUവിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചേട്ടാ, ഞങ്ങളില്ലാതെ, CITU ഇല്ലാതെ ഇവിടെ തോട്ടങ്ങളിൽ സമരമോ? പെണ്ണുങ്ങള് ഞങ്ങളെ കൂടാതെ സമരം നടത്തുകയോ? അങ്ങനെയാണ് അവരതിനെ തകർക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് MM മണിയെ രംഗത്തിറക്കിയത്. അദ്ദേഹം എങ്ങനെയാണ് ആ പെമ്പിള്ളை ഒരുമയെ നേരിട്ടത് എന്ന് നമ്മൾ കണ്ടു. പക്ഷെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഈ സമരത്തോട് എടുത്തത്. വേണമെങ്കിൽ എല്ലാ തൊഴിലാളി സംഘടനകളും എതിർത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് CITU എതിർക്കുമ്പോൾ പോലീസിനെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ചോ ആ സമരത്തെ പരാജയപ്പെടുത്തി കളയാൻ ഗവൺമെന്റിന് സാധിക്കുമായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി അതല്ല ചെയ്തത്. അത് അന്നത്തെ DGP ആയിരുന്ന ഹേമേന്ദ്രൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ഹേമേന്ദ്രനോട് പറഞ്ഞു, ഇത് അടിച്ചമർത്താൻ നോക്കരുത്, അവരുടെ ന്യായമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അന്ന് തൊഴിൽ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണും സമരം തീർക്കാനുള്ള ശ്രമങ്ങളുമായി രംഗത്തിറങ്ങി. ഒടുവിൽ 20% ബോണസ് അനുവദിച്ചുകൊണ്ടാണ് ആ സമരം തീർത്തത്. സത്യം പറഞ്ഞാൽ എളമരം കരീം പറയുന്നത് പോലെ ഈ സമരത്തിന് പെമ്പിളൈ ഒരുമയുടെ സമരവുമായി ചില ബന്ധങ്ങളുണ്ട്. ഈ ആശാവർക്കർമാരുടെ സമരത്തിന് അവർ ബലഹീനരാ, സ്ത്രീകളാണ് സമരം ചെയ്തത്. അപ്പോൾ എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്? CITUവിന് ഈ സമരം തുറക്കുന്ന കാര്യത്തിൽ എന്ത് പങ്കാണ് വഹിക്കാനുള്ളത്? അവരുടെ
ഡിമാൻഡുകൾ ന്യായമാണോ എന്ന് പരിശോധിച്ച് അത് അംഗീകരിക്കാനും സമരം അവസാനിപ്പിക്കാനുമാണ് ഗവൺമെന്റും മറ്റും ശ്രമിക്കേണ്ടത്. പെമ്പിളൈ ഒരുമയോട് ഉമ്മൻചാണ്ടി എടുത്ത നിലപാട് ഇന്നിവിടെ പിണറായി സ്വീകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പിണറായി വിജയൻ വിചാരിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയും. അതിനു തയ്യാറാകാതെ പെമ്പിളി ഒരുമയെ എങ്ങനെ ആക്ഷേപിച്ചും അപമാനിച്ചും അവഹേളിച്ചും പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചോ അതുപോലെ ആശാവർക്കർമാരുടെ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഗവൺമെന്റും CPM-ഉം ഇപ്പോൾ നോക്കുന്നത്. 27,000 ആശാവർക്കർമാരുണ്ടെന്നും അതിൽ ബഹുഭൂരിപക്ഷവും ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ലെന്നുമാണ് എളമരം കരീം പറയുന്നത്. ഒരുപക്ഷെ ആ കണക്കൊക്കെ ശരിയായിരിക്കും. കാരണം CITU-വിനോട് പ്രബലമായ ഒരു സംഘടനയുണ്ട്. സാധാരണഗതിയിൽ CITU ഒരു തീരുമാനമെടുത്താൽ അവിടുത്തെ പ്രവർത്തകര് അതിനൊപ്പം നിൽക്കും. ഇവിടെ കാര്യം അല്പം വ്യത്യസ്തമാണ്. CITU-വിൽപ്പെട്ട പല ആശാവർക്കർമാരും ഇപ്പോൾ ഈ സമരത്തെ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും സമരത്തിനില്ല എന്ന് പറയുന്നതിൽ ചിലപ്പോൾ വാസ്തവം കണ്ടേക്കാം. അത് ശരിയാണ് എളമരം കരീം സഖാവേ, അതങ്ങനെയാണല്ലോ. LDF ഭരിക്കുമ്പോൾ CITU, DYFI, SFI ഈ സംഘടനകളെല്ലാം സർക്കാരിന്റെ അടിമക്കണ്ണുകളാവുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ UDF അധികാരത്തിൽ വരുമ്പോഴാണ് ഇവർ വീരശൂര പരാക്രമികളായ വിപ്ലവകാരികളായിട്ട് മാറുന്നത്. അതാണല്ലോ നമ്മളെ എത്രയോ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എളമരം കരീം സഖാവേ, ക്ഷമി, ഞങ്ങളോടങ്ങ് ക്ഷമി. നിങ്ങൾക്ക് രക്തസാക്ഷികളെ ലഭിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ സംഭാവന പിരിക്കുകയും അതിന്റെ ഒരു ചെറിയ അംശം നക്കാപ്പിച്ച രക്തസാക്ഷികളുടെ കുടുംബത്തിന് വീട് വയ്ക്കാനോ സ്ഥലം വാങ്ങിക്കാനോ സഹോദരിയെ വിവാഹം കഴിപ്പിച്ചയക്കാനോ കൊടുക്കുകയും ബാക്കി തുക കൊണ്ട് രമ്യ ഹർമ്മ്യങ്ങൾ പണിത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കതിന് സാധ്യമല്ല, ഞങ്ങൾക്കതിന് പാങ്ങില്ല സഖാവേ. അതുപോലെ തന്നെ മദ്യനിർമ്മാതാക്കളോ ബാറുടമകളോ വൻകിട മുതലാളിമാരോ കോടിക്കണക്കിന് ഉറുപ്പിക നിറച്ച സൂട്ട് കേസുമായി ഞങ്ങളെ സമീപിക്കില്ല. പാവപ്പെട്ട ആശാവർക്കർമാരെ കൊണ്ട് അവർക്ക് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് സഖാവേ, ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങള് പാട്ടപ്പിരിവുമായി ജീവിച്ചോളാം. പറ്റുമെങ്കിൽ അങ്ങയുടെ സ്വാധീനം, CITU-വിന്റെ സ്വാധീനം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അനുവദിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ഇൻക്വിലാബ് സിന്ദാബാദ്.